നട്ടുച്ചയ്ക്ക് കോട്ടുവിട്ടോണ്ട് കിടന്ന് ഉറങ്ങാണോ? രക്ഷപ്പെടണമെങ്കിൽ ഊണിലും ഉറക്കത്തിലും പ്രൊഫഷനെ കുറിച്ച് മാത്രം വിചാരം വേണമെന്നാണ് സീനിയർ പറഞ്ഞിരിക്കുന്നത്. എങ്കിലേ സീനിയർ പറയാത്ത ഒരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ആദ്യം നിന്റെ ഈ മരത്തല ഒന്ന് സർവീസ് ചെയ്യാൻ കൊടുക്കണം. എന്നാലേ പ്രൊഫഷനിൽ ഒരു പുള്ളിയും കിട്ടും. ഇല്ലടാ, എന്നാലും കര പിടിക്കില്ല. അതിനെ കരള് വെള്ളമാക്കി പരിശ്രമിക്കണം. ഇനി അങ്ങനെ പരിശ്രമിക്കണമെന്നാ. എടോ ശവം. ശവമല്ല ശിവം. രണ്ടും കണക്കാ. എടോ താനൊരാണാ. എനിക്കിപ്പോ അതിൽ സംശയമുണ്ട് സാർ. താൻ എന്റെ ഓഫീസിൽ കയറിയിട്ട് കൊല്ലം എത്രയായി? ഇതുവരെ ഒറ്റ കേസ് താൻ പിടിച്ചു തന്നിട്ടുണ്ടോ? ഇപ്പൊ കേരളത്തിൽ കേസിന്റെ സീസണാ. ഓരോ ജൂനിയേഴ്സ് കേസ് പിടിക്കുന്നത് കണ്ടാൽ നമുക്കൊക്കെ കൊതി തോന്നും. ഞാനൊരു ദിവസം കേസ് പിടിക്കും സാർ. താൻ പഠിക്കും. കേസ് പിടിക്കാൻ ആണുങ്ങളെ കൊണ്ടേ പറ്റൂ. അല്ല സാർ, ഇവനെ കൊണ്ട് പറ്റിയാലോ? നടക്കുകയല്ല. കൗവീനത്തിന് കസവ് വെച്ചതുപോലെ കോട്ട് സൂട്ട് ഇട്ടോണ്ട് ഇങ്ങനെ വിലസാനെ അവന് കഴിയൂ. ഞാൻ കൊള്ളാം എത്ര കണ്ടതാ. നീ ധൈര്യമായിരിക്കും. നീ ഇതെവിടെയായിരുന്നു? രാവിലെ അച്ഛൻ ഡൽഹിക്ക് പോവുക. ഒരുപാട് കാര്യങ്ങൾ നിന്നെ പറഞ്ഞ് ഏൽപ്പിക്കാനുണ്ടായിരുന്നു. എന്താ ബാല നിന്റെ ഉദ്ദേശം? കാർ റാലിയും ഈ വായ്നോട്ടവും കൊണ്ട് ജീവിക്കാൻ പോകണോ? നിന്റെ പ്രായത്തിൽ 10 കുടുംബത്തിന് ജീവിക്കാനുള്ള സമ്പത്ത് ഞാൻ ഉണ്ടാക്കുമായിരുന്നു. നിങ്ങളെയൊക്കെ ലാളിച്ച് ചീത്തയാക്കിയോന്നാ എന്റെ സംശയം. ഇനിയെങ്കിലും നീ കുറച്ച് സീരിയസ് ആവാൻ നോക്ക്. നോക്കാച്ചാ, ഞാനും ഇന്നലെ മുതലേ അതിനെ കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ആലോചിച്ചോണ്ടിരിക്കുക. ഡോണ്ട് ബി ഫൂളിഷ്. ആ, മോളുടെ കല്യാണത്തിന്റെ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാധവൻ നായരോട് ചോദിച്ചിട്ടേ ചെയ്യാവൂ. ഞാൻ തിരിച്ചു വരുന്നത് വരെ നീ ഇവിടെ തന്നെ കാണുകയും വേണം. ശരി. ഹലോ, ഞാൻ മാധവനാ. തന്റെ കാര്യം പറഞ്ഞ് നാവെടുത്തതേ ഉള്ളൂ. മാധവൻ നായർ വിളിച്ചു നന്നായി. ബാങ്കിൽ നിന്ന് മാനേജർ വിളിച്ചിരുന്നു. നമ്മളാ ഓടിയെടുത്തില്ലേ 50 ലക്ഷം, അത് നാളെ തന്നെ അടയ്ക്കണം. നാളെ അടച്ചേക്കാം. അത്രയും പണം ഇപ്പൊ ക്യാഷിലുണ്ട്. പിന്നെ താൻ ഇവിടുത്തെ കാര്യങ്ങൾ കൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഇല്ല, പറയേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. ഡൽഹിയിൽ എത്തിയ ഉടനെ ഞാൻ വിളിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഹലോ. വാ. എങ്ങനെയുണ്ട് പുതിയ ലാവണം? പരമ ബോറ്. എനിക്ക് തീരെ പറ്റാത്ത പണിയാ. ഇപ്പോഴാ അച്ഛന്റെ കഴിവ് മനസ്സിലാകുന്നത്. ബിസിനസിന്റെ ചുക്കും ചുണ്ണാമ്പ് അറിഞ്ഞൂടാത്ത ഞാൻ ഇവിടെ ഒരു മിസ്ഫിറ്റാ. ഒരു കാറാലിൽ പങ്കെടുക്കുന്ന മത്സരബുദ്ധിയോടെ നീ ബിസിനസ്സിൽ ഇറങ്ങിയാൽ വിജയിക്കും. പിന്നെ ഞാൻ വന്നത് എനിക്കറിയാം. നിന്റെ കാര്യം ഞാൻ അങ്കിളിന്റെ അടുത്ത് പ്രസന്റ് ചെയ്യാം. ഡോക്യുമെന്റ്സ് ഒക്കെ ഞാൻ രമേശന്റെ കയ്യിൽ കൊടുത്തയക്കാം. അതെ, അതെന്റെ അളിയൻ തന്നെയാ. അവൻ ഇപ്പൊ ഇവിടത്തെ അക്കൗണ്ട്സ് മാനേജരാ. ശരി. എന്നാ രമേശൻ പൊക്കോളൂ. പറയൂ. നമ്മുടെ കൊച്ചീഷൻ സാറിന്റെ കാലാവധി ഇന്നലെ അവസാനിച്ചു. അതിലെന്താ ഇത്ര പുതുമ? എത്രയോ തവണ കാലാവധി അവസാനിക്കുകയും പുതുക്കുകയും ചെയ്തിട്ടുള്ളതാ. ഇത്തവണ കമ്പനിയുടെ ലീഗൽ അഡ്വൈസർ ഇവനായിക്കോട്ടെ അങ്കിൾ. പിന്നെന്താ, നാട്ടിലെ വക്കീലന്മാരൊക്കെ ചത്തുപോയിട്ട് പോരെ. ബാലൻ ഉറപ്പിച്ചു പറഞ്ഞിട്ടാ ഞാൻ സീനിയറിന്റെ കൂടെ പ്രാക്ടീസ് അവസാനിപ്പിച്ചു. ഇവനിപ്പോ ഇത്തിരി കഷ്ടത്തിലാ. ആളും എടുക്കനാ. ഒരു അവസരം കൊടുത്താൽ കമ്പനി വേഗം കുളം തോണ്ടി കിട്ടും. ബാലേന്ദ്ര, കമ്പനിയുടെ ലീഗൽ അഡ്വൈസർ എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് വളരെ പ്രധാന. അല്ലെങ്കിൽ ബിസിനസ്സിൽ ഞാൻ മുഖം നോക്കാറില്ല. സൗഹൃദം വേറെ, കമ്പനി വേറെ. ഞാൻ പറഞ്ഞത് തനിക്ക് മനസ്സിലായില്ലേ? ഇനി ഈ കാര്യം പറഞ്ഞ് ബാലനെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട. അങ്കിൾ. ബാല, ഞാൻ പറയണേല് കാര്യണ്ട്. ചെല്ല് ചെല്ല് ചെല്ല്. ഇപ്പൊ അങ്കിള് പറയുന്നതിനപ്പുറം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. അല്ല ശിവ, നിനക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രാക്ടീസ് തുടങ്ങിയാൽ എന്താ? സ്വന്തമായിട്ടൊരു ഓഫീസ് സെറ്റപ്പ് ഒക്കെ ഉണ്ടാകാന്ന് വെച്ചാ അതിന് ഒരുപാട് പണം വേണ്ടി വരും. അത്രയല്ലേ ഉള്ളൂ. ക്യാഷ് എത്രന്ന് വെച്ചാൽ ഞാൻ തരാം. പോരെ? ധൈര്യമായിരിക്കടാ. എക്സ്ക്യൂസ് മീ, എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു. ഇതെന്താ ഇത്? അച്ഛനുള്ളപ്പോ ഒരു ലീഗൽ നോട്ടീസ് ഈ കമ്പനിയിൽ വന്നിട്ടില്ല. ഇത് എത്രയും പെട്ടെന്ന് ബാങ്കിൽ അടയ്ക്കണം. 50 lakhs വിത്ത് ഇൻട്രസ്റ്റ്. അത് ക്യാഷ് ബാലൻസ് ഇല്ല. പിന്നെ പെങ്ങടെ കല്യാണത്തിന് ഇട്ടിരിക്കുന്ന 20 lakhs. അതെടുക്കണ്ട. വേറെ പണമില്ലേ? അച്ഛൻ മരിക്കുമ്പോ ഓവർ ഡ്രാഫ്റ്റ് അടയ്ക്കാനുള്ള പണം ഉണ്ടായിരുന്നല്ലോ. അത് ലണ്ടൻ എക്സ്പോർട്ടിന് ഇൻവെസ്റ്റ് ചെയ്തു. ലണ്ടൻ എക്സ്പോർട്ടോ? ആര് പറഞ്ഞിട്ട്? അളിയൻ പറഞ്ഞു, ഞാൻ ചെയ്തു. എന്നോട് ആരും പറഞ്ഞില്ല.
ഇത്രയും വലിയ തുകയ്ക്കുള്ള എക്സ്പോർട്ട് ഒറ്റയടിക്ക് പറഞ്ഞാൽ സാറ് പേടിച്ചു പോകുമെന്ന് അളിയൻ പറഞ്ഞു. രമേശൻ ഓവർ സ്മാർട്ട് ആയത് എനിക്കറിയാം. ഇത് തന്റെ ബ്രെയിൻ ആണ്. ഈ കമ്പനിയിൽ തൽക്കാലം 2 മുതലാളിമാരെ മതി. യു ക്യാൻ ഗോ. സർ, ഇതെന്ത് പണിയാങ്കിലേ? ബാങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് അടയ്ക്കേണ്ട പണം എന്തിനാ എക്സ്പോർട്ടിലിട്ടത്? മോനെ ബാല, ഓവർ ഡ്രാഫ്റ്റിലുള്ള പണം എക്സ്പോർട്ട് ബിസിനസ്സിലിട്ടാൽ ബാങ്കിൽ കൊടുക്കാനുള്ള പലിശയേക്കാൾ ലാഭം കിട്ടും. ലണ്ടനിലേക്ക് 1.5 കോടി രൂപയുടെ സാധനം അയച്ചിരിക്കുന്നത്. നമ്മുടെ കൊച്ചു കമ്പനി ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് ഇറങ്ങാന്ന് വെച്ചാൽ അത് ചില്ലറ കാര്യ. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല, ആരും അറിയിച്ചതുമില്ല. എന്റെ ബാല, ഇത് നിന്റെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോഴേ തീരുമാനിച്ചിട്ടുള്ള പ്രൊജക്റ്റാ. ബാലൻ ഇപ്പോഴും കാറാലി ആയിട്ടാണ് ബിസിനസിനെ കാണുന്നത്. മോഡേൺ മാനേജ്മെന്റിൽ ക്വിക്ക് ഡിസിഷൻ വേണം. ഇത് ഫാസ്റ്റ് ആയിട്ടുള്ള സൊസൈറ്റിയാ. നീ നോക്കിക്കോ, ഈ ലണ്ടൻ എക്സ്പോർട്ട് കൊണ്ട് നമ്മുടെ കമ്പനി ലോക കമ്പോളം പിടിച്ചെടുക്കും. അപ്പോ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ബാലന്റെ അച്ഛന്റെ ആത്മാവായിരിക്കും. ഓക്കെ, നിന്നെ ഞാനിവിടെ പ്രതീക്ഷിച്ചില്ല. ആന്താ സീക്ക് എങ്ങനെ? നീ ഇപ്പൊ കമ്പനിയുടെ സ്വന്തം ആളായില്ലേ? ഞാൻ അതുപോലെയാണോ? മേനോന്റെ ഭാഷയിൽ ദി മോസ്റ്റ് ഡേഞ്ചറസ് ക്രിമിനൽ. ആ ബാലൻ എങ്ങനെ? ഒരു നിർഗുണ പരബ്രഹ്മം. എല്ലാ ആളെയും തീരുമാനിക്കും. താനെന്താ ആലോചിക്കുന്നത്? വെറും 3 ലക്ഷം രൂപയ്ക്ക് വേണ്ടി എല്ല് പഞ്ഞിയാക്കും വരെ ഇടിപ്പിച്ചില്ലേ ആ മേനോൻ? അവന്റെ കുടുംബം ഞാൻ കുളം തോണ്ടും. ഒരുപാട് കനലുകൾ എന്റെ മനസ്സിൽ അണയാതെ കിടക്കുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച ബാങ്കിൽ ക്രെഡിറ്റ് ആയ 30 ലക്ഷം അന്ന് തന്നെ പിൻവലിച്ചു. എന്തിന്? പുതിയൊരു ദുബായ് എക്സ്പോർട്ടിന് വേണ്ടി. നിന്റെ അമ്മായിയപ്പൻ ദുബായിലുണ്ടോ? അതൊന്നും എനിക്കറിയില്ല. ചെക്കൊപ്പിട്ട് തലീന. കമ്പനിയുടെ പണം കൊണ്ട് നീ നിന്റെ അളിയനും കൂടി പുതിയ പറമ്പും കെട്ടിടവും വാങ്ങിച്ചു. അതും അളിയന്റെ സ്വന്തം പേരിൽ. പുതിയ കമ്പനി തുടങ്ങാനാവും. അളിയൻ ഇപ്പൊ വാങ്ങണമെന്ന് തോന്നി വാങ്ങി. അങ്ങേര് ഇത്രയും കാലം ഈ കമ്പനിക്ക് വേണ്ടി ഒരുപാട് ചോര നീരാക്കിയതാ. അല്ല, നിന്റെ അച്ഛനെ പോലെ ഈ കമ്പനി നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. എന്താ പ്രശ്നം? കമ്പനിക്കാരത്തെ അളിയൻ പറയുന്നൊന്നും ഞാൻ അനുസരിക്കരുതെന്ന്. മാധവൻ നായരെ ചവിട്ടിത്താക്കാൻ മാത്രം നീ വളർന്നിട്ടില്ല. നീ വാ, ചോറെടുത്ത് വെച്ചിരിക്കുന്നു. വല്ലാത്ത തലവേദന. അമ്മ കഴിച്ചു കിടന്നോളൂ. ഓരോ തലവനെ നീ വരുത്തി വെക്കുകയല്ലേ? മാധവൻ നായർ വിളിച്ചിരുന്നു കമ്പനിയിലെ നിന്റെ തോന്നിവാസങ്ങളെ കുറിച്ച് പറയാൻ. മാധവൻ നായർ തല്ലിയ എനിക്ക് നിന്റെ അച്ഛൻ തല്ലിയതുപോലെയാ. എന്നാലും പെട്ടതല്ലേ ഞാൻ. എന്തെങ്കിലും വന്നാ ചോദിക്കാൻ ഇപ്പൊ അച്ഛൻ പോലും ഇല്ല. അയ്യോ അമ്മ, അതിന് മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും നല്ലത്. നാളെ മാധവൻ നായർ കമ്പനിയിൽ വരും. എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ നീ പെരുമാറണം. Garments for ladies sent to London by KM exporters confiscated by the British government. License of the company cancelled by the government of India. Substandard quality vulnerable to fire. സാറ് പറഞ്ഞേച്ചതാണെന്ന് പറഞ്ഞപ്പോ അപ്പൊ ഇൻകം ടാക്സ് ഓഫീസർ എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. അതാണ് മാധവൻ നായർ ഇയാളിപ്പോ ഇൻകം ടാക്സ് കൊട്ടിഘോഷിച്ചില്ലേ അളിയനും കൂടി അന്താരാഷ്ട്ര കമ്പോളം വെട്ടിപ്പിടിക്കുമെന്ന്. ലണ്ടനിലേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത തുണിത്തരങ്ങൾ മുഴുവൻ സർക്കാർ പിടിച്ചെടുത്തു. ലോ ക്വാളിറ്റി. ആ വസ്ത്രം പെൺകുട്ടികൾ ധരിച്ചാൽ അവരുടെ വസ്ത്രത്തിന് തീ പിടിക്കുമെന്ന്. നമ്മുടെ എക്സ്പോർട്ട് ലൈസൻസ് പോയി കിട്ടി. മാധവൻ നായർക്ക് തൃപ്തിയായല്ലോ. രൂപ 1 2 അല്ല 1.5 കോടിയാ പോയത്. ബാല, നമ്മൾ അയച്ചത് ഫസ്റ്റ് ക്വാളിറ്റി തുണിയാ. അതിന് തീ പിടിക്കില്ല. ഇത് ആരോ തെറ്റിദ്ധാരണ പറഞ്ഞ് പരത്തിയതാ. നമുക്ക് ബ്രിട്ടീഷ് സർക്കാരിനെ കൺവിൻസ് ചെയ്താൽ ആ തുണി മുഴുവൻ തിരിച്ചു കിട്ടും. അതിനുള്ള ബുദ്ധിയുണ്ടോ 10ാം ക്ലാസ് പാസ്സാകാത്ത മാധവൻ നായർക്ക്? ഇരുമ്പ് പാര വിഴുങ്ങിട്ട് ഇഞ്ചിച്ചാറ് കുടിച്ചാൽ മതിയാവോ? മധ്യപ്രദേശിലെ ഏതോ തുണിമില്ലിൽ ചണ്ടിയായിട്ട് കെട്ടിക്കിടന്ന പീറ തുണിയൊക്കെ കെട്ടിപ്പറക്കി ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലിയും കൊടുത്ത് കയറ്റുമതി ചെയ്തു. അളിയനും കൂടെ ലാഭം കൊയ്യാൻ. ബാല, നീ ബഹളം വെച്ച് ഇത് പുറത്തറിയിക്കരുത്. ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. മോഡേൺ മാനേജ്മെന്റിൽ ക്വിക്ക് ഡിസിഷൻ വേണം. സൊസൈറ്റി ഫാസ്റ്റ് ആവുന്നു. എന്തായിരുന്നു ബുദ്ധിരാക്ഷസന്റെ ഒരു പെർഫോമൻസ്? എന്റെ അച്ഛൻ വളർത്തി വലുതാക്കിയ കമ്പനി നിങ്ങളായിട്ട് തച്ച് തകർത്തു. മതി, നിർത്ത്. ബിസിനസ്സിൽ ഇതൊക്കെ പതിവാ. 1.5 കോടിയുടെ നഷ്ടം പതിവാണ് പോലും. ഈ കമ്പനി മുഴുവൻ എഴുതി വിറ്റാലും എക്സ്പോർട്ടിന്റെ കടം തീരുമോ? ഇനി നിങ്ങൾ പറയുന്നൊക്കെ ഞാൻ വിശ്വസിക്കണം അല്ലേ? എന്നെ വിശ്വാസം അല്ലെങ്കിൽ നീ ഒറ്റയ്ക്ക് നടത്തിക്കോ, ഞാൻ ഒഴിഞ്ഞു തരാം. അങ്ങനെ ഒഴിയുന്നതിന് മുമ്പ് ആ 1.5 കോടിക്കുള്ള മറുപടി എനിക്ക് കിട്ടണം. അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഞാൻ പറയിക്കും.